ഇക്കാലഘട്ടത്തിലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഹബീബരായ തങ്ങളെ കുറിച്ചിട്ട് മീലാദ് സമ്മേളനം നടത്താനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസ് സംഘടിപ്പിക്കാൻ ആളുണ്ട്, മൗലൂദ് സംഘടിപ്പിക്കാൻ ആളുണ്ട്, ദബ്ബ് മുട്ടാനൊക്കെ ആളുണ്ട്, എല്ലാ പരിപാടിക്കും ആളുണ്ട്. ഈ ചെയ്യുന്ന ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കിയേ. ഹബീബരായ തങ്ങൾക്കെല്ലാം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ മറുപടി എന്താ? അള്ളാഹുവിന്റെ റസൂലിനെല്ലാം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ പരിഹസിക്കാൻ ആര്? മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി അല്ല കേട്ടോ. അവരെ കാര്യം വിട്ടേക്ക്. അത് മേപ്പരല്ലാത്തവനക്ക് തീപ്പരി പേടിക്കണ്ടല്ലോ, അത് ഈമാൻ ഇല്ലാത്തവനക്ക് പോകുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത് വിട്ടേക്ക്. അവരെ കുറിച്ച് ചർച്ചല്ല. പക്ഷേ ഈ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക്ക് മറുപടി പറഞ്ഞു നടന്നിരുന്ന ആളുകൾ, അവരെപ്പോഴത്തെ വിശ്വാസം എന്താ? അവർക്ക് ഇതിൽ വിശ്വാസമുണ്ടോ? അവർക്ക് അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ എല്ലാം നൽകപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒന്നിനും കഴിയാത്ത അവശനായ പിതാവിനെ പോലെയാണ് എന്ന് ഹബീബരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാൻ ഈ വിശ്വാസമുള്ളൊരു മനുഷ്യന് കഴിയോ? കഴിയൂല. അപ്പൊ യഥാർത്ഥത്തിൽ മുത്ത് റസൂലിനെ കുറിച്ച് വിശ്വസിക്കേണ്ട രൂപത്തിൽ ഇവന്മാര് വിശ്വസിച്ചിട്ടുണ്ടോ? വിശ്വസിച്ചിട്ടില്ല. ഇത് വലിയ ആള് പറഞ്ഞു കൊടുക്കുമ്പോ കുട്ടി സഖാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? കുട്ടി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇന്നി ഉഅ്തീതു മഫാത്തിഹ ഖസാഇനിൽ അർളി വസ്സബാ മുഹമ്മദുർ റസൂലുള്ളാഹ് ത്വഹാ റസൂലുള്ളാഹ് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൊക്കെ തോള നിറച്ച് പറഞ്ഞിട്ട് നൗഷാദ് ആളെ പേടിപ്പിക്കുകയാണ്, പറ്റിക്കുകയാണ്. ഇത് ആഴ്സനി ഉസ്താദ് ഉണ്ടാക്കിയ സംഭവം അല്ലത്. ഇത് സഹീഹായ ഹദീസാ കൂട്ടരെ. ഇത് പറയുമ്പോ വഹാബി സ്വയയിൽ, വഹാബി സ്റ്റൈലിൽ ഇതിനോട് പരിഹാസരൂപേണ പ്രതികരിക്കുന്നവർ, അവർക്ക് നബിദിനാഘോഷം നടത്താൻ ധാർമ്മികമായി എന്തവകാശമുണ്ട്? നബിദിനാഘോഷം ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാരും തുടങ്ങിയില്ലേ? കാലം കാതോർത്ത പ്രബോധകൻ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരും വെക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വവിമോചകൻ സെമിനാർ പങ്കെടുക്കുന്നവർ ഓ അബ്ദുള്ള, ഓ അബ്ദുറഹ്മാൻ, മറ്റുള്ള കുളിയണ്ടർമാര് അവരും നടത്തുന്നുണ്ട് പരിപാടി. സ്ത്രീ വിമോചക നായകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദ്ഘാടനം സെമിനാർ TP അബ്ദുള്ള കോയ മദനി. അതൊക്കെ അവരും നടത്തുന്നുണ്ട്. അതേമാതിരി തന്നെയല്ലേ ഇപ്പോ ഈ ആദ്യം മരമുട്ടികളും മരമണ്ടന്മാരൊക്കെ നടത്തുന്ന പരിപാടി അല്ലേ? ബാല്യവായൽ ഉഷാറായിട്ട് ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസ്, അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം ഒക്കെ വെക്കുന്നുണ്ടല്ലോ. ലക്ഷ്യം എന്താന്ന് നമുക്കറിയാലോ. സംഭവത്താണ് വേണം നമുക്കും പണം, ദീപസ്തംഭം, മഹാശ്ചര്യം. അതിനൊരു പണി, അതിന് മുത്ത് റസൂലിനെ വെച്ചിട്ട് ഒരു കച്ചവടം, അതല്ലാതെ വേറൊന്നുമില്ല. എന്നിട്ട് മുഖ്യ പ്രഭാഷണം ആരാ? പണ്ട് AP ഉസ്താദ് ഒരു മധുർ റസൂൽ പ്രഭാഷണമൊക്കെ നടത്തിയിരുന്നു. അതിന്റെ നല്ല കാലത്ത് അതിൽ നല്ല സ്ട്രോങ്ങിലല്ല പറയുന്നല്ലോ. ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ വലിയ സവിശേഷതകൾ, അവിടുത്തെ ഹസായിസുകൾ, അവിടുത്തെ നല്ല പങ്കാലത്തൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോഴത്തെ പ്രഭാഷണം നടത്തുന്ന ആൾക്കാർക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം അവന് പുറത്ത് പറഞ്ഞിട്ടുള്ള എന്താ? ഒന്നിനും കഴിയാതെ അവശനായി കിടക്കുന്ന പിതാവിനെ പോലെയാണ്. മഅദല്ലാഹ്. ആരെപ്പറ്റിയാ പറയുന്നത്? എല്ലാം നൽകപ്പെട്ട മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അതുകൊണ്ട് ഞങ്ങളിത് പറയുമ്പോൾ റബീഉൽ അവ്വൽ വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന സമയ, നമ്മുടെ വീടുകൾ, നമ്മൾ കൂടുന്ന ഇടങ്ങൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ, എല്ലാറ്റിലും ഇനി ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഇനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ. അതിനുവേണ്ടി മജ്ലിസുൽ മൗലിദുകൾക്ക് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്ന സമയം.
നമ്മുടെ വീടുകളൊക്കെ നന്നായി വൃത്തിയാക്കി, വീടുകളൊക്കെ ശുദ്ധിയാക്കി, ഹബീബരായ മുത്തു റസൂലിന്റെ തിരുപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ റബീഇനെ സ്വീകരിക്കാൻ നമ്മുടെ വീടുകളെ സജ്ജമാക്കുക. ആദ്യമായി നമ്മുടെ മനസ്സുകൾ എല്ലാ സമയത്തും ഹബീബിനെ കുറിച്ചുള്ള ചിന്തകൾ വേണം. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ വെളിപ്പാടുകൾ എത്തി നിൽക്കുന്ന ഈ സമയത്ത് കൂടുതലായി ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബീഇനെ സ്വീകരിക്കാനുള്ള തിടുക്കം നമ്മുടെ ഖൽബിനുണ്ടാകണം. നമ്മുടെ വീടുകൾ അലങ്കരിക്കേണ്ട സമയം, നമ്മുടെ വീടുകൾ മുടി പിടിപ്പിക്കേണ്ട സമയം, നമ്മുടെ മക്കൾക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, ഭാര്യക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, നമ്മളും പുതുവസ്ത്രങ്ങൾ അണിയണം. പരിശുദ്ധമായ റബീഇന്റെ പവിത്രമായ 12ന്റെ പുലരി, ആ സുബഹിന്റെ മുമ്പുള്ള സമയം, കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി പുതിയ വസ്ത്രം ധരിച്ച് പുത്തനെടുപ്പിന്റെ ആ മണവും അത്തറിന്റെ നറുമണവുമായി നമ്മൾ ഹബീബരായ തങ്ങളുടെ പരിശുദ്ധമായ വിലാദത്ത് നടന്ന സമയത്തിന് താലഅൽ ബദ്റു ചൊല്ലി സ്വീകരിക്കാൻ എല്ലാ അർത്ഥത്തിലും തയ്യാറെടുപ്പ് നടത്തേണ്ട സമയമാണ്. അത് നമ്മുടെ ലഹരിയാണ്, നമ്മുടെ ജീവിതത്തിൽ ആനന്ദമാണ്, ആവേശമാണ്. ഇതൊന്നും മനസ്സിൽ വിശ്വാസമല്ല. ഒരു കുഴഞ്ഞടക്കണ വാപ്പാടമാതിരി ഒരാള്, ഒന്നിനും കഴിയാത്ത എല്ലാതും ഇപ്പൊ റസൂലുള്ളാഹ് കണ്ടു കൊടുത്തെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അള്ളാഹ്ക്ക് എന്താ പണിയെന്നാ? ഒരു മുട്ടി വെച്ച്, ഒരു മരമുട്ടി വെച്ച്. ഓനൊക്കെ മരമുട്ടി എന്ന് പറഞ്ഞാൽ മരമുട്ടി നമുക്ക് എതിരെ കേസ് കൊടുക്കും. ഓൻ കേസ് കൊടുത്തിട്ട് ഇപ്പൊ ഏതായാലും ഫലം കാണില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ കൗമ ഇറങ്ങിയിട്ട് ഒരു മീലാദ് സമ്മേളനം, ഓൻ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം അല്ലേ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, അന്താരാഷ്ട്ര അദ്ദാദ് നടത്തിയിട്ട് എന്താ കാര്യം? ഇത് വെറുതെ ആളെ മുഴന്താക്കാൻ വേണ്ടിയിട്ട് അഞ്ചന്മാരെ കയ്യിലിരിക്കണ പൈസ പോക്കറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉടായ്പ് എന്നല്ലാതെ ഇവർക്ക് മുത്തു റസൂലായിട്ട് യാതൊരു വിശ്വാസമല്ല. ഈ ആദി ചെങ്ങാതിമാർക്ക് ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഉന്നതമായ അധികാരത്തെ ഉൾക്കൊള്ളാൻ ഈ കഴുകന്മാർക്ക് കഴിയുന്നില്ല. കാരണം ആ ഒരു രൂപത്തിലേക്ക് ഇവരുടെ മനസ്സുകളെ മാറ്റിയെടുത്തു, ഇവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടന്നു കഴിഞ്ഞു, ഇവരെ ബ്രെയിൻ വാഷ് നടത്തി കഴിഞ്ഞു. കാരണം എന്താ? ഇതൊക്കെ നിർദ്ദേശം കൊടുക്കണ ഇടണ്ടല്ലോ. എവിടുന്നാ? നിഴൽവാദി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നിഴലുണ്ടെന്ന് വാദിച്ച മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരത്തിൽ ഈച്ചയിരിക്കുമെന്ന് വാദിച്ച ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുശരീരം തീയിലിട്ടാൽ കരിയുമെന്ന് വാദിച്ച ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമെ സ്വപ്നത്തിൽ കണ്ടാൽ പിശാചായേക്കാമെന്ന് വാദിച്ച ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിനും കഴിയാത്ത അവശനായ പിതാവിനെ പോലെയാണെന്ന് പച്ച മലയാളത്തിൽ നിർലജ്ജം പ്രസംഗിച്ച ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചു എന്ന് പറഞ്ഞാൽ അധമല്ലെന്ന് പരസ്യമായി പ്രസംഗിച്ച ഇമ്മാതിരി ദജ്ജാലുകളുടെ ഉത്ബോധനമാണ്, നിർദ്ദേശമാണ് ഇത്തരം മുട്ടിമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവര് നന്നാവുമോ? പിന്നെ നന്നാവൂല അവര്. പിന്നെ അവര് നശിക്കല്ലേ ചെയ്യുക. കാരണം ആശാന് നിന്ന് മൂത്രമൊഴിച്ചാല് ശിഷ്യന്മാര് മരം കയറി മൂത്രമൊഴിക്കൂലേ? മരമുട്ടികള് ഉറപ്പല്ലേ? അതിൽ അത്ഭുതപ്പെടാണ്ടോ? ഈ ആദി വർത്താനാണ് കുറ്റ്യാടിന്ന് കൊടുക്കുന്നതെങ്കിൽ പിന്നെ അത് കേട്ടിട്ട് ആ വിസർജ്യം വാരി വിഴുങ്ങുന്ന ഇവന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. വേറൊരു ചെകുത്താൻ ചോദിച്ച ചോദ്യം എന്താ? അല്ലാഹുവിന്റെ റസൂലിന് സഹായിക്കാൻ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന് അങ്ങനെ കഴിവ് കൊടുത്തിട്ടില്ല, എല്ലാ കഴിവും കൊടുത്തിട്ടില്ല എന്നണ്ട് വിശ്വസിച്ചാ പൈനെന്താ കുഴപ്പമൊന്നുമില്ലേ ഉസ്താദേ? വേറൊരു ചങ്ങായി ചോദിച്ചതാ. ഓരോ മുസീബത്തുകൾ, ഓരോ ദജ്ജാലുകൾ ഇങ്ങനെ ഇറങ്ങുക, ഇബിലീസുകൾ വേറൊരുത്തന്റെ വക. ഒക്കെ എവിടുന്ന നിർദ്ദേശം? കുറ്റ്യാടി. അപ്പൊ 10 ഗുണം 10 ഗുണം അത് പ്രകടാവും. അപ്പൊ ഇത്തരം ആളുകളുടെ ഇടയിലാണ് നമ്മൾ ഈ വർഷത്തെ റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ റബീഉ റൂഹുള്ള റബീആണ്. നമ്മുടെ മൗലിദ് ആത്മാവുള്ള മൗലിദാണ്.